അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമ കാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഇന്നത്തെ ചർച്ചാ വിഷയം ഖുർആനെ പറ്റിയാണ്. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് സ്വഭാവത്തെയും വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ചിന്തകളെയും ക്രമീകരിക്കാൻ സാധിക്കുക എന്നത് തഖ്വയുടെ ഘടകമാണ്. ആശയം ഗ്രഹിച്ച് വായിക്കപ്പെടേണ്ടത് എന്നാണ് ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം. അതിലെ ആദ്യത്തെ കൽപ്പന അതു തന്നെയാണ്. ആ വായനയിലൂടെ ചിന്തയെ തട്ടിയുണർത്തേണ്ടതുണ്ടെന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നു. നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കാൻ വേണ്ടി അതിനെ നാം അറബിയിലുള്ള ഖുർആനായി അവതരിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ഖുർആനിൻ്റെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാത്തവൻ്റെ കൽബുകൾ താഴുകളിട്ട് പൂട്ടപ്പെട്ടവയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രസ്താവിക്കുന്നു. അതല്ല, അദ്ദേഹം പ്രവാചകൻ അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത്? എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തിനുമേൽ അവൻ മുദ്ര വയ്ക്കുമായിരുന്നു. അള്ളാഹു അസത്യത്തെ മായ്ച്ചു കളയുകയും തൻ്റെ വചനങ്ങൾ കൊണ്ട് സത്യത്തെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും അവൻ ഹൃദയങ്ങളിലുള്ളതിനെപ്പറ്റി അറിവുള്ളവനാകുന്നു. ഖുർആനിൻ്റെ ആശയം ഗ്രഹിച്ചുള്ള വായനയും ഇഹത്തിലും പരത്തിലും ഗുണം ചെയ്യുന്നതാണ്. പരലോക ബോധമില്ലാത്തവൻ മനുഷ്യനെ തിന്മകളിലേക്ക് നയിക്കുമ്പോൾ അത്തരക്കാരുടെ കെടുതിയിൽ നിന്ന് ഖുർആനുമായി കൃത്യമായി ബന്ധം സ്ഥാപിച്ചവനെ അള്ളാഹു രക്ഷപ്പെടുത്തും. നീ ഖുർആൻ പാരായണം ചെയ്താൽ നിൻ്റെയും പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെയും ഇടയിൽ ദൃശ്യമല്ലാത്ത ഒരു മറ നാം വയ്ക്കുന്നതാണ്. വിശുദ്ധ ഖുർആൻ പരലോകത്ത് സാക്ഷിയായിരിക്കുമെന്ന് ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. ഖുർആൻ വായിക്കാനും പഠിക്കാനും നാം എളുപ്പമാക്കിയിട്ടുണ്ട് എന്ന് സൂറത്ത് അൽ ബഖറയിലെ 17, 22, 32, 40 വചനങ്ങളിൽ അള്ളാഹു ആവർത്തിച്ച് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം പഠിക്കാൻ തയ്യാറുള്ള, ഉൾക്കൊള്ളാൻ തയ്യാറുള്ള ആരെങ്കിലുമുണ്ടോ എന്ന ചോദ്യവും ആ വചനങ്ങളിൽ കാണാം. നാം തയ്യാറായിട്ടുണ്ടോ? തയ്യാറായിട്ടുണ്ടെങ്കിൽ നമുക്ക് തഖ്വ ഉണ്ടെന്ന് ആശ്വസിക്കാം. മനുഷ്യ മനസ്സുകളെ ബാധിക്കുന്ന കാപട്യം, ദുഷിച്ച ചിന്തകൾ, അഹങ്കാരം, പൊങ്ങച്ചം, തൻപോരിമ, ഉപഭോഗ സംസ്കാരം തുടങ്ങിയ നിരവധി അപാധകളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ചെടുത്ത് നേർമാർഗത്തിലേക്കും കാരുണ്യത്തിലേക്കും അവനെ നയിക്കുന്ന സദ് ഉപദേശങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ മനുഷ്യൻ സന്തോഷിക്കണം. മനുഷ്യൻ ഇഹലോകത്ത് നേടിയെടുക്കുന്നതിനേക്കാൾ ഏറ്റവും വലുതാണ് അതിലെ മാർഗദർശനം. മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്ന് കിട്ടിയിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്നു കിട്ടിയിരിക്കുന്നു. പറയുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കാരുണ്യം കൊണ്ടുമാണത്. അതുകൊണ്ട് അവർ സന്തോഷിച്ച് കൊള്ളട്ടെ. അതാണ് അവൻ സമ്പാദിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. ഖുർആനിനെ പിന്തുടരുന്നവന് അത് സ്വസ്ഥതയും സമാധാനവും ശമനവും നൽകുമ്പോൾ അതിനെ കൈവിടുന്നവന് അത് നഷ്ടമാണ്, നാശമാണ് സമ്മാനിക്കുന്നത്. സത്യവിശ്വാസികൾക്ക് ശമനവും കാരുണ്യവുമായിട്ടുള്ളത് ഖുർആനിലൂടെ നാം അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അക്രമികൾക്ക് അത് നഷ്ടമല്ലാതെ മറ്റൊന്നും വർദ്ധിപ്പിക്കുന്നില്ല. പ്രവാചകൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പത്നി രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞു, താങ്കൾ അത്യുത്തമമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ്.
ഈ രീതിയിൽ ഖുർആൻ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് കൽപ്പിച്ച സ്വഭാവ ഗുണങ്ങൾ സ്വായത്തമാക്കുവാനും വെടിയണമെന്ന് ഖുർആൻ കൽപ്പിച്ചിരിക്കുന്നു. ഖുർആൻ കൽപ്പിച്ചവയെ പൂർണ്ണമായും വർജിക്കാനും വിശുദ്ധ ഖുർആനിൻ്റെ ആശയങ്ങളിലേക്കും നിയമങ്ങളിലേക്കും തത്വങ്ങളിലേക്കും താക്കീതുകളിലേക്കും ചരിത്രങ്ങളിലേക്കും വായനയിലൂടെ ഇറങ്ങിച്ചെല്ലാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ തഖ്വ ഉള്ളവരായി തീരുന്നത്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അവതരണ മാസമായ റമളാനിൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടും ഖുർആനുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയാത്തവൻ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട് കൊള്ളട്ടെ. എൻ്റെ ഉത്ബോധനത്തെ വിട്ട് വല്ലവനും തിരിഞ്ഞ് കളയുന്ന പക്ഷം തീർച്ചയായും അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടായിരിക്കുക. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവനെ നാം അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നതുമാണ്. അവൻ പറയും, എൻ്റെ രക്ഷിതാവേ, നീ എന്തിനാണെന്നെ അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നത്? ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ. അള്ളാഹു പറയും, അങ്ങനെ തന്നെയാകുന്നു. നിനക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തുകയുണ്ടായി, എന്നിട്ട് നീ അത് മറന്നു കളഞ്ഞു. അതുപോലെ ഇന്ന് നീയും വിസ്മരിക്കപ്പെടുന്നു. പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനാണ് അള്ളാഹു എന്നത് ദിവസവും നിർബന്ധമായും 17 തവണ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നവൻ തിരിച്ചറിയട്ടെ ആ റബ്ബ് നമ്മെ മറന്നാലുള്ള അവസ്ഥ. അതിന് പുറമെ പ്രവാചകനും അത്തരക്കാർക്കെതിരെ അള്ളാഹുവിനോട് പരാതി പറയും. അന്ന് റസൂൽ പറയും, എൻ്റെ രക്ഷിതാവേ, തീർച്ചയായും എൻ്റെ ജനത ഈ ഖുർആനിനെ അഗണ്യമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ജീവിക്കുന്ന പതിപ്പുകളായി അതുകൊണ്ട് ജിഹാദ് ചെയ്യാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ എന്ന്. അതിനാൽ സത്യനിഷേധികളെ നീ അനുസരിച്ച് പോകരുത്. ഇത് ഖുർആൻ കൊണ്ട് നീ അവരോട് വലിയൊരു സമരം നടത്തിക്കൊള്ളുക. വിശുദ്ധ ഖുർആൻ പഠിക്കലും പകർത്തലും മറ്റുള്ളവർക്ക് പകർന്ന് നൽകലും നമ്മുടെ ബാധ്യതയാണ്. തഖ്വയുടെ ഭാഗമാണ്. കാരണം ഈ ഗ്രന്ഥമാണ് മനുഷ്യനെ ഏറ്റവും ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുന്നത്. തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായതിലേക്ക് വഴി കാണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യൂ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.